ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ കുറച്ച് നന്നായി അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിക്കുക, ചാവുക, ഇവിടെ പറയാ ടാറ്റ പറയാ, ബൈ ബൈ എല്ലാവരും. വേറെ എന്ത് ചെയ്യാൻ ഫ്യൂച്ചർ ഇതൊക്കെ തന്നെ, ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂല് പ്രതികരിക്കാമെന്ന് മനസ്സിലാക്കി കണ്ടുപിടിക്കുന്ന ഈ സോഷ്യൽ ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ്? സോഷ്യൽ ഇഷ്യൂസ് അത് തലേന്ന് വരുന്നതാണ്, സ്വന്തം തലേന്ന് വരുന്നത്. കുറെയൊക്കെ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ വായിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വരുമ്പോ അതും നമ്മുടെ ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് ഒരു മസാല രൂപത്തിലാക്കി ഇറക്കും. പിന്നെ ഇങ്ങനെ വരും, സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വരും. ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു 42 പേരുടെ കാര്യത്തിൽ ഒരു കുറച്ച് പേരെ അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് കേട്ടു. അതെന്താണ് സംഭവം? 42 പേഷ്യൻസിനെ വർഷങ്ങളായിട്ട് ആരും തിരിച്ചു കൊണ്ടുപോകണില്ല. മീൻസ് മക്കളെല്ലാവരും ഉപേക്ഷിച്ചു. പത്രം വായിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി അത്. അപ്പൊ ഞാൻ അവരെ ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ബോച്ചെ ലൈഫ് വിഷൻ ഹോമുകളുണ്ട്, അവിടെ ഇങ്ങനെ ആരുമില്ലാത്തവരെ കൊണ്ട് നിർത്തിയിട്ട് ആയുസ്സുകാലം പോറ്റുന്നുണ്ട്. അപ്പൊ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആരോ കുറച്ചു പേരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഇനി കുറച്ചു പേരെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ പേരൻസിനെയാണ്. ദൈവത്തെ പോലെ നമ്മൾ കാണണല്ലോ. വളർത്തി വലുതാക്കി ലെവലിൽ എത്തിക്കുക, നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് അവർ. അവർക്ക് പിള്ളേരല്ലാതെ ഒരു ലോകമില്ല, അതൊക്കെ ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിലയിൽ എത്തിയിട്ട് നമ്മൾ അവരെ മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോ അത് എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പൊ ഞാൻ അവര് അങ്ങനെയുള്ള കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തോ? 6 or 7 പേരാണ് ഇതിനു വേണ്ടിയിട്ട് സമീപിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേരെ തരാന്ന് പറഞ്ഞു. അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ ഓൾറെഡി ഹോമുകൾ ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള സ്വീകരിക്കാറുണ്ട്. അല്ലെങ്കിലും പോലീസുകാരും അവരും വഴി നിന്നൊക്കെ പലരും കിട്ടുമ്പോ കൊണ്ടു അവിടെ വെച്ച്. ബോച്ചയുടെ അച്ഛനും അമ്മേനെ കുറിച്ച് അങ്ങനെ പൊതുവെ പറഞ്ഞ് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പേരൻസ് ഫാദറും മരിച്ചപ്പോ 3 വർഷം കഴിഞ്ഞു. ഫാദർ എയർഫോഴ്സിലായിരുന്നു. ബിസിനസ്സിൽ നിന്ന് എയർഫോഴ്സിൽ പോയി 10 വർഷം ജോലി ചെയ്ത് തിരിച്ചു നിന്ന നാട് സ്നേഹിയാണ്. മദർ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. അമ്മയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടോ? വീട്ടിൽ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഒരു ആനിമേഷൻ പടം എടുക്കുന്നൊക്കെ കേട്ടു, അതെന്തായിരുന്നു? അത് ബോച്ചെ ആൻഡ് മറഡോണ ദ റിയൽ സൂപ്പർ ഹീറോസ്. നമ്മളെ തന്നെ നമ്മളെ സൂപ്പർ ഹീറോ ആക്കിയോ? ഞാനാക്കിയതല്ല, ഇതൊക്കെ ഫാൻസ് വരുന്ന ഐഡിയകളാണ്. അത് നല്ലൊരു സ്റ്റോറി ഉണ്ട് എന്റെ ഐഡിയ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എടുത്തു. അല്ല, ഐഡിയ വന്നപ്പോ തോന്നി തെറ്റില്ലാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ. പിന്നെ ഇത് വന്നപ്പോ ഒരു ഡയറക്ടർ പറഞ്ഞു നമുക്കത് പറ്റുമെന്ന് പറഞ്ഞു. ലക്കാണെങ്കിൽ ചിലപ്പോ അങ്ങ് ക്ലിക്ക് ആയാലോ എന്ന് പറഞ്ഞു. ശരി, എന്നാ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ മാത്രമല്ല, എനിക്കൊരു കഥ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു റിയാലിറ്റിയാണ്. കോവിഡിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണത്. കുറച്ച് പറയട്ടെ. കോവിഡ് വരാൻ കാരണം എന്താ? ചൈനയിൽ ഒരു വൈറസ് ഉണ്ടായി. ഉണ്ടാവാൻ കാരണം എന്താ?